അസ്സലാമു അലൈക്കും. എൻ്റെ മരുമകളാണ് കിടക്കുന്നത്. അതിനെ കിറ്റ് പോയതാണ് 4 വർഷമായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് മോന് വണ്ടി ഓട്ടോ ഓടിച്ചിട്ടാണ് കഴിയുന്നത്. ഓനാണ് കിറ്റിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ എന്തായാലും ഞാൻ അള്ളാഹിനോട് 5 നേരം ഞാൻ തേടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് എൻ്റെ മോളെ രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് തരണം. ഞാൻ അള്ളാഹിനോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് വേറൊരാളെ സഹായിച്ച ഒരു ഫോറസ്റ്റ് സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു വയ്യ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അള്ളാഹിനോട് ഞാൻ പറയുന്നത്. അത് എല്ലാവരും ചെയ്ത് കൂടിയിട്ട് എനിക്കത് ചെയ്ത് നിറവേറ്റി എനിക്ക് തന്നാൽ എൻ്റെ മോളെ എനിക്ക് തരണം. ഹലോ, സുഖം തന്നെയല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തായി നമ്മളെ ഉമ്മാന്റെ മരുമകളെ കാര്യം? മരുമകളല്ലേ പറഞ്ഞേ അല്ലേ? മാഷാ അല്ലാഹ്. എന്തായി കാര്യങ്ങളൊക്കെ? ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ 2 മുസല്ല ആക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നിങ്ങൾ 7 ലക്ഷം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പലരോടും ആ വോയിസും വീഡിയോ മറ്റുള്ളതൊക്കെ ഇൻസ്റ്റാഗ്രാം മറ്റുള്ളതൊക്കെ ഷെയർ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായി ഏതായി എന്നുള്ളത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ മുസല്ല അയച്ചത് കിട്ടിയില്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇഷ്ടപ്പെട്ടില്ല ഉമ്മാക്ക്? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തായി നിങ്ങളെ അവസ്ഥകളൊന്ന് പറഞ്ഞാല്? നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മള് 10 ലക്ഷം രൂപയ്ക്കാണ് പിന്നെ ഇട്ടിട്ടുണ്ടായത്. പക്ഷെ നമുക്ക് കിട്ടിയത് 11.25 ലക്ഷം രൂപ, 11,14,000 രൂപ നമ്മുടെ കയ്യിൽ വന്നു. ബാക്കി പിന്നെ ഓരോ പള്ളികളിൽ നിന്നും സംഘടനകളിൽ നിന്നൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. എല്ലാം കൂടി ആകുമ്പോൾ 11.5 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ വിളിക്കുന്ന വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇടും. അപ്പോൾ പലർക്കും ഞാൻ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ പലരും വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തായി തങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചത്. അപ്പൊ ഈ വോയിസ് നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. എല്ലാവരോടും ഞങ്ങൾ കൂടെ നിന്ന് ഈ കുടുംബത്തിനെ അവരിൽ ഒരാളായി കണ്ടുകൊണ്ട് കൂടെ നിന്ന് സഹായിച്ച എല്ലാവരോടും നന്ദി പറയുന്നു, മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. ഇനി വേണ്ടത് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് എല്ലാവരും കൂടെ നിൽക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഖൈറായ വഴി കാട്ടട്ടെ. തീർച്ചയായിട്ടും അള്ളാഹു കൂടെ ഉണ്ടാവും. വേദനിക്കുന്നവരുടെ കൂടെ അള്ളാഹ് ഉണ്ടാവും. അള്ളാഹു തആല ഖൈറായ വഴി കാട്ടട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനിതൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാ ശരി, ആയിക്കോട്ടെ. അള്ളാഹു ഖൈറാക്കട്ടെ. ഉമ്മാനോട് സലാം പറയണം കേട്ടോ. ഉമ്മാനോട് ചോദിച്ചതായിട്ടും പറയണം ഇൻഷാ അല്ലാഹ്. എന്നാ ആയിക്കോട്ടെ.